ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇൻഡിസൈൻ സോഫ്റ്റ്വെയർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പുതിയ ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ടൂൾസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മെയിൻലി പബ്ലിഷിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻഡിസൈൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണത്. അതായത് പ്രിൻറ്റിങ്, നമ്മൾ ഒരുപാട് മാഗസിൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മാസ്റ്റർ പേജസ് എങ്ങനെയാണ് കുറച്ച് പേജ് ഇൻസേർട്ട് ചെയ്യണേന്നും, പിന്നെ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ, പാരഗ്രാഫ് സ്റ്റൈൽസ്, ഡ്രോപ്പ് ക്യാപ്പ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പേജ്. നമുക്ക് ജസ്റ്റ് ആദ്യം എന്താണ് ലേയേഴ്സ് അല്ലെങ്കിൽ പേജസിനെ കുറിച്ച് പറയാം. നമുക്ക് വിൻഡോസിനകത്ത് ഇവിടെ ലേയേഴ്സ് അല്ലെങ്കിൽ പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ല എങ്കിൽ വിൻഡോസിനകത്ത് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ലേയേഴ്സ്, പേജസ്. അപ്പോൾ നമുക്ക് ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ലെയറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ലെയർ ഓൾറെഡി ഓരോ പാത്തായിട്ട് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. പക്ഷേ പേജസിലാണ് നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട്, നമുക്ക് പുതിയൊരു പേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ താഴെ തന്നെ ഉണ്ട്, ക്രിയേറ്റ് ന്യൂ പേജ്. ഇങ്ങനെ നമുക്ക് പേജസിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇൻസേർട്ട് പേജസ്, മൂവ് പേജസ്, അതായത് ഏത് പേജിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഏത് പേജിലോട്ട് മൂവ് ചെയ്യണം, അത് ഏത് പേജ് കഴിഞ്ഞിട്ട് വേണം, അതൊക്കെയാണ് ഈ ഒരു മൂവ് പേജസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ മാസ്റ്റർ പേജ് എന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മാസ്റ്റർ പേജ് ചെയ്യുന്ന കാര്യം, ഇതാണ് മാസ്റ്റർ പേജിൻ്റെ ഓപ്ഷൻ. ഞാൻ ജസ്റ്റ് പേജിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാസ്റ്റർ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ അവൈൽ ആവും. അപ്പോൾ ഈ മാസ്റ്റർ പേജ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ എത്ര പേജസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും പേജസിൽ മാസ്റ്റർ പേജ് ചെയ്യുന്ന കാര്യങ്ങൾ അഫക്റ്റ് ആവും. അതായത് നമ്മളിപ്പോൾ ഒരു പേജ് നമ്പർ ആണ് ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ നമുക്ക് ആ പേജ് നമ്പർ നമ്മുടെ ഫയലിൽ കിട്ടും. അല്ല നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു മാഗസിനാണ് ചെയ്യുന്നത്. ഒരു മാഗസിനിൽ ഞാൻ ജസ്റ്റ് ഒരു ലേ ഔട്ട് കാണിച്ചു തരാം.
വലുതാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ പേപ്പറിൽ മാഗസിൻസിലൊക്കെ കാണും. അതായത് ഒരു പുതിയൊരു ചാപ്റ്ററോ അല്ലെങ്കിൽ പുതിയൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കും, ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് എത്ര ലൈൻസ് വേണം എന്നാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് എത്ര, അതായത് ആദ്യത്തെ ലെറ്റർ മാത്രമാണോ അല്ലെങ്കിൽ എത്ര ലെറ്റേഴ്സ് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. ഇത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ എന്താണ് ഡ്രോപ്പ് ക്യാപ്പ് ആയിട്ട് വരും. ഇതാണ് നമുക്ക് മെയിൻലി ടെക്സ്റ്റിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കണ്ടന്റ് പേജ് ചെയ്യുന്നത്. കണ്ടന്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പേജ്. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇന്ന ചാപ്റ്റർ ഇന്ന പേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യണതെന്നാണ് നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അതാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പാരഗ്രാഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് പുതിയൊരു പാരഗ്രാഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഇതാണ് നമ്മുടെ പാരഗ്രാഫ് സ്റ്റൈലിൻ്റെ ഓപ്ഷൻ. അതായത് നമുക്ക് പാരഗ്രാഫ് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്കൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഹെഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് ഇട്ട് കൊടുക്കാം.
വിത്ത് ബേസിക് ക്യാരക്ടർ ഫോമൻസ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പം എനിക്ക് മിനിയൻ പ്രോ എന്ന് പറഞ്ഞ ഫാമിലി വേണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര സൈസ് വേണോ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഹെഡിങ് എല്ലാം അതിനകത്തോട്ട് ചേഞ്ച് ആയിക്കോളും. ഞാൻ 18 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ജസ്റ്റിഫൈയോ അങ്ങനെ എന്തെങ്കിലും ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ഇതിനകത്ത് എന്താണ് ഒരു കളർ കൊടുക്കാനാണ് പോകുന്നത്. ഒരു ബ്ലൂ കളറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാരഗ്രാഫ് ബോക്സ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ കൊണ്ട് ആ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് എന്താണ് കണ്ടന്റ് പേജ് ആണ് വന്നിരിക്കുന്നത്. അതായത് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് സെക്കൻഡ് പേജിൽ, ചാപ്റ്റർ 2 എന്ന് പറയുന്നത് തേർഡ് പേജിൽ, അങ്ങനെ ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഡിസൈൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് വീക്കറ്റ്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു.